ഗ്രീൻവിച്ചിൽ പൂക്കൾ കാണാം, ചെറി ബ്ലോസം പൂക്കൾ കാണാനായിട്ട് പോകണം കേട്ടോ. നീ മാനത്തോട്ട് നോക്കിയിരിക്കുകയാടാ. ഒരു വലിയ പാർക്കാണ് കേട്ടോ. പാർക്കാണ് ഗ്രീൻവിച്ചിലുള്ള ക്വീൻ പാലസ് ആണ് കേട്ടോ. മുന്നേക്ക് പോകുമ്പോഴാണ് കേട്ടോ ചെറി ബ്ലോസം ഇത് പൂവും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. പിന്നെ ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളിന്ന് പോകുന്നത് ലണ്ടനിലേക്കാണ് കേട്ടോ. കാച്ചിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ ലണ്ടനിൽ പോയി ഈസ്റ്റ് ഹാമിൽ പോയി അമ്പലത്തിലൊന്ന് പോകണം, അമ്പലത്തിലൊന്ന് കയറണം. ആ, കാച്ചിന് ഗിഫ്റ്റ് കൊടുത്ത കാര്യമാണ് കേട്ടോ പറയുന്നത്. അത് നമ്മൾ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട്, നമ്മൾ ഷോർട്ട് വീഡിയോ ലിങ്ക് ചെയ്യാം കേട്ടോ ഇതിൽ. അതുപോലെ തന്നെ നമ്മൾ എവിടെയാണ്? ഗ്രീൻവിച്ച് അല്ലേ? ഗ്രീൻവിച്ചിൽ പൂക്കൾ കാണാം, ചെറി ബ്ലോസം പൂക്കൾ കാണാനായിട്ട് പോകണം കേട്ടോ. അതെ, നമ്മളിന്ന് ട്രെയിനിലാണ് ലണ്ടനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മളിതാ ലണ്ടൻ ബ്രിഡ്ജിലെത്തി. ഇനിയിപ്പോൾ നേരെ വെസ്റ്റ് ഹാം അല്ലേ, വെസ്റ്റ് ഹാമിൽ അവിടെ നിന്ന് ചെന്നിട്ട് ഈസ്റ്റ് ഹാമിലേക്ക്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം, ഈസ്റ്റ് ഹാമിൽ ചെന്നിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ വെസ്റ്റ് ഹാമിൽ നിന്ന് ഈസ്റ്റ് ഹാമിലേക്കുള്ള ട്രെയിനിന് കയറി കേട്ടോ. ഇനിയിപ്പോൾ നേരെ അമ്പലത്തിലേക്കാണ്. ഈസ്റ്റ് ഹാം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് നേരെ അമ്പലത്തിലേക്ക്, ഈസ്റ്റ് ഹാമിലുള്ള അമ്പലത്തിലേക്ക്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഗ്രീൻവിച്ചിലേക്ക് പോകും. അപ്പോൾ ഇനിയിപ്പോൾ ഈസ്റ്റ് ഹാമിൽ എത്തിയിട്ട് വേണം. ഇപ്പം ഞങ്ങളിതാ ആ കാണുന്ന മുന്നിൽ കാണുന്ന ബസ് സ്റ്റോപ്പിലേക്ക്, എൽ നമ്പർ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് നേരെ ഗ്രീൻവിച്ച് പോകണം. ബെക്സ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങണം. അവിടുന്ന് വേറെ ബസ്സിന് ഗ്രീൻവിച്ചിലേക്ക് പോകണം. ഗ്രീൻവിച്ചിലാണ് കേട്ടോ നമ്മുടെ ഈ ചെറി ബ്ലോസം പൂവുള്ളത്, ചെടിയുള്ളത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇനി കാണാം. അങ്ങനെ നമ്മളിതാ ഈസ്റ്റ് ഹാം മാനർ വേയിൽ എത്തിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ അടുത്ത ബസ്സിന് വേണ്ടിയിട്ട്. ഇവിടുന്ന് ഇനി നേരെ കയറി ഗ്രീൻവിച്ചിലേക്കാണ് കേട്ടോ. ഗ്രീൻവിച്ചിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ 17 മിനിറ്റും കൂടെ അങ്ങോട്ടേക്ക് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഗ്രീൻവിച്ചിൽ ഇറങ്ങിയിട്ട് കാണാം. ചേച്ചി നമ്മളവിടെ പോവാം, പൂ കാണാൻ പോവാം. എടി നീ എന്തോ നോക്കി നിൽക്കുകയാടി? മാനത്തോട്ട് നോക്കി, നീ മാനത്തോട്ട് നോക്കി നിൽക്കുകയാടാ. എന്താ നോക്കി നിൽക്കുകയോ? ആ ഓക്കെ. അപ്പോൾ നമ്മളിതാ ഗ്രീൻവിച്ചിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഗ്രീൻവിച്ചിൽ ഇറങ്ങിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ഗ്രീൻവിച്ച് എത്തി കേട്ടോ. ഇപ്പോൾ ഇതാ ആ പാർക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുക. അത്യാവശ്യം കാറ്റുണ്ട് ഇപ്പോൾ, അന്ന് ഇപ്പോൾ ചെറുതായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അങ്ങോട്ടേക്ക് പോവാണ്. ചെറി ബ്ലോസം ഉള്ള സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു വലിയ പാർക്കാണ് കേട്ടോ. പാർക്ക് പോലത്തെ ഏരിയ, കുറേ ഏരിയ ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ അല്ല ചെറി ബ്ലോസം. ഇവിടുന്ന് നമ്മൾ നടന്ന് ഇതാ ആ വഴി നടന്ന് ഇങ്ങനെ മുകളിൽ ചെല്ലണം. അങ്ങോട്ട് ഒത്തിരി ഏരിയ ഉണ്ട്. ഇതെന്ന് പറയുന്നത് earliest electrically driven public clock ആണ്. Installed in 1852. ഇത് ഗ്രീൻവിച്ചിലുള്ള ക്വീൻ പാലസ് ആണ് കേട്ടോ കാണുന്നത്. നമുക്ക് അപ്പുറത്തോട്ട് പോകാവേ. അപ്പുറം കുറെ സ്ഥലമുണ്ട്. അപ്പുറത്ത് പോയിട്ട് വരാം കാച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ പാലസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്
ഇനി ഇവിടുന്ന് നമ്മൾ കുറച്ച് നടക്കാൻ പോകണം കേട്ടോ. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് ഫ്രണ്ടിലേക്ക്. ഇവിടുന്ന് നടന്ന് ആ കുറച്ച് മുന്നേക്ക് പോകുമ്പോഴാണ് കേട്ടോ ചെറി ബ്ലോസം ഇത് പൂവും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. പാളി ഗായ്സ്, മരത്തിലൊക്കെ ഇല വന്നു കഴിഞ്ഞ് ഇവിടെ എങ്ങും ഒരു പൂവില്ല, ഒരു തേങ്ങയില്ല കേട്ടോ. ഇവിടെ എങ്ങും ഒന്നും കാണാനില്ല. വളരെ ഷോക്കമായിപ്പോയി. വരുന്നതാണോ അതോ വന്നിട്ട് പോയതാണോ എന്ന് അറിയത്തില്ല. എല്ലാം കഴിഞ്ഞു എന്ന് തോന്നുന്നു കേട്ടോ. ഈ മരത്തിലൊക്കെ ആയിരുന്നു പൂ വരേണ്ടിയിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിവിടെയൊക്കെ ഒന്ന് നടന്ന് കണ്ടിട്ട് ഇനി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ. ആ ബോർഡിൽ ഡോണ്ട് ടച്ച് ദ ചെറി ബ്ലോസം എന്നൊക്കെ എഴുതി വെച്ചേപ്പുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും കാണാനില്ല. ഈ സൈഡിൽ മാത്രം ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ട്. ഈ സൈഡിലൊക്കെ ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ട്. മേ ബി ഇത് ചിലപ്പോൾ ആകുന്നേ ഉള്ളായിരിക്കും കേട്ടോ, അറിയത്തില്ല. ചിലപ്പോൾ ആകുന്നേ ഉള്ളായിരിക്കും. ബാക്കി എല്ലായിടത്തും പൂ വിരിഞ്ഞിട്ടുണ്ട്. പൂ വരേണ്ടതാണല്ലോ, പക്ഷെ ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഇവിടെ എനിക്ക് തോന്നുന്നു പൂക്കള് ഇലകൾ കിളിർത്ത് തുടങ്ങി. അപ്പോൾ എന്തായാലും പൂ വന്നിട്ട് പോയിട്ടുണ്ടാവുമല്ലോ. മേ ബി അറിയത്തില്ല കേട്ടോ. കാച്ചുവേ നീ വീഴല്ലേ കേട്ടോ. കാച്ചു ഇവിടെ വന്നിട്ട് ഫുൾ ഓടി നടക്കുകയാണ് കേട്ടോ ഗ്രൗണ്ടിൽ കൂടെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാല് ഇത് പൂ ആവുന്നേ ഉള്ളൂ കേട്ടോ. പൂ ആയിട്ടില്ല ഇതുവരെ, ആയി മാറിയതല്ല. ഇവിടെ പൂ ആകുന്നതേ ഉള്ളൂ, വരുന്നതേ ഉള്ളൂ. നമ്മൾ കുറച്ച് ഏർലി ആയിപ്പോയി വന്നു, നേരത്തെ വന്നുപോയി. ഇവിടെ പൂ ആകുന്നതാണ്. കുറേ സ്ഥലങ്ങളിലൊക്കെ പൂക്കൾ വന്നു കഴിഞ്ഞു, പക്ഷെ ഇവിടെ ഇതുവരെ ആയിട്ടില്ല. ഇവിടെ ആകുന്നേ ഉള്ളൂ കേട്ടോ. ഫോട്ടോ എടുക്കാനായിട്ട് മരത്തെ കയറാൻ പോകുന്ന പരിപാടിയാണ്. കണ്ടില്ലേ, ഫോട്ടോ എടുക്കാനായിട്ട് മരത്തെ കയറാൻ പോകുന്ന പരിപാടി. കയറിയോ? ഈ കാണുന്നതാണ് കേട്ടോ ഗ്രീൻവിച്ച് യൂണിവേഴ്സിറ്റി. ഞങ്ങൾ ആ ഗ്രീൻവിച്ച് യൂണിവേഴ്സിറ്റിയുടെ അടുത്തോട്ടാണ് കേട്ടോ നടക്കുന്നത്. നമ്മളിതാ ഓറ്റോ അറീനയിൽ കയറാനായിട്ട് പോവാണ് കേട്ടോ. അതുപോലെ തന്നെ അതിന് മുന്നേ തന്നെ KFCയിലൊന്ന് കയറണം. നല്ല വിശക്കുന്നുണ്ട്. അപ്പം KFCയിൽ കയറി ബർഗറോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി KFCയിലൊക്കെ കയറിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇതാണ് O2 കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെയാണെങ്കിൽ കുറേ സംഭവങ്ങളുണ്ട്. ഇത് ഫുൾ ഓരോരോ ഇതാണ് കേട്ടോ. കുറേ ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. അതിന് മുകളിൽ കൂടെ കണ്ടോ, ഇതിൽ ആൾക്കാർക്ക് നടന്നു പോകാൻ ഒരു ഗെയിം പോലെയാണ് കേട്ടോ. അത് ഒരു പൈസ കൊടുത്തിട്ട് അതിൽ കൂടെ നടന്നു പോകാം. ഇതാണ് O2 മോൾ. ഇത് O2-നകത്താണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് O2-നകത്താണ്. ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട് ഇതിനകം. അങ്ങനെ ഞങ്ങൾ KFCയിലെത്തി. ഇപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ, വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെ കാച്ചുണ്ട്, ഞാനുമുണ്ട്. അപ്പോൾ ഇനി കഴിച്ചിട്ട് അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. ബർഗർ, ഡേർട്ടി ലോഡർ ഫ്രൈസ്, റാപ്പ്, കാച്ചുവിനുള്ള ബർഗർ, കാച്ചുവിനുള്ള ജ്യൂസ്. ഈ KFCയിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടോ? നമ്മുടെ അവിടെയോ? ഡ്രിങ്ക്സിനൊക്കെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ആണോ? അങ്ങനെ നമ്മൾ O2-ന്ന് ഇറങ്ങി ഏകദേശം രാത്രിയാകാറാകുന്നു കേട്ടോ.
അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു. എന്നിട്ട് നേരെ വീട്ടിലേക്കാണ് കേട്ടോ. ലണ്ടൻ ബ്രിഡ്ജിൽ ചെന്നിട്ട് അവിടെ നിന്ന് നേരെ ടെൻബ്രിഡ്ജ് വെൽസ്. അപ്പോൾ നേരെ വീട്ടിലേക്കാണ്. ഇനി അവിടെ ചെന്നിട്ട് ഫുഡൊക്കെ മേടിച്ചിട്ട് വേണം വീട്ടിൽ പോകാൻ. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിലെത്തി. ഇനി ഇവിടെ നിന്ന് നേരെ ടെൻബ്രിഡ്ജ് വെൽസ്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടം വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബായ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ബായ്.